ദേവൂട്ടിക്കൊപ്പം വരികയാണ് അമ്മേ മൂകാംബികെ. ഇന്നു മുതൽ എല്ലാ ദിവസവും രാത്രി 8:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. ഇന്നലെ രാത്രി ഉറക്കത്തിൽ മാതാ കലിംഗദേവി എന്റെ അടുത്ത് വന്നു പറഞ്ഞു, മോനെ പരശുരാമ, ഇന്നത്തോടെ നീ കള്ളുകുടി നിർത്തിക്കോണമെന്ന്. അപ്പൊ തന്നെ ഞാൻ വാക്കും കൊടുത്തു. കലിംഗദേവി പറഞ്ഞാ കേൾക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ദേവി ഞങ്ങള് പട്ടാളക്കാരുടെ കുലദൈവം ആണല്ലോ. സംസാരിച്ച സമയം കളയാതെ ആരെങ്കിലും കാണുന്നതിന് മുൻപ് വേഗം പോവാൻ നോക്ക്. അല്ല മോളെ, കുറച്ചുകൂടെ സ്വർണം ഉണ്ടായിരുന്നെങ്കിൽ ഒരു സേഫ് സൈഡിന് കൈ വെക്കായിരുന്നു. 10 ലക്ഷം തികയണമല്ലോ. അത് ബാക്കിയുള്ള ലോക്കറില്ല. അല്ല, അത് പോയി എടുത്താ പോരെ. ജോയിന്റ് അക്കൗണ്ടാ, ദത്തണ്ണറിയും. അത് ശരി, ഭർത്താവ് അറിയാതുള്ള ഏർപ്പാടാണല്ലേ. ഏതായാലും മാമൻ എന്താ കൈക്കൂടെ കിട്ടിയ പോലെ. അത് മതി. എന്നാ പിന്നെ ഞാൻ പോയിട്ട് വരാം. പ്രാർത്ഥിക്കണം കേട്ടോ. അല്ല, 10 ലക്ഷം കിട്ടാനേ. പൊന്നുമോളെ, എന്താ? ഓ, കണ്ണെഴുതാം, പൊട്ട് വെക്കാം. മോളെ, എന്താ ചേച്ചി? മോള് കുഞ്ഞിനെ ഒരുക്കുവാണോ? അതെ. അയ്യോ മോളെ, ഇങ്ങനെ ബ്യൂട്ടി പൊട്ടൊക്കെ ഇടുമ്പളേ അതിന്റെ മുകളിലെ ഇത്തിരി പൗഡർ എടുത്ത് ചെറുതായിട്ട് അങ്ങോട്ട് പൂശിക്കൊടുക്കണം കേട്ടാ. അല്ലെങ്കിലേ കുഞ്ഞുങ്ങൾ ഇങ്ങനെ കൈയിട്ടടിക്കുമ്പോ മഷി പടർന്നു പോയില്ലേ. പിന്നെ എനിക്ക് പൂജ മോളോട് ഒരു കാര്യം പറയാനുണ്ട്. എന്താ ചേച്ചി? നമുക്ക് ഇത്തിരി അങ്ങോട്ട് മാറിയെന്ന് സംസാരിക്കാം. ബാ ബാ മോളെ, ബാ. ആമി മോള് കാണിക്കുന്ന ഈ സ്നേഹം കണ്ട് മോള് മയങ്ങരുത്. ഇതിന്റെ പിന്നിൽ എന്തോ ഗൂഢതന്ത്രമുണ്ട്. മോള് സൂക്ഷിച്ചാൽ മോൾക്ക് കൊള്ളാം. അതെന്താന്ന് ചേച്ചി പറഞ്ഞാലല്ലേ എനിക്ക് സൂക്ഷിക്കാൻ പറ്റൂ. അതെനിക്കറിയില്ലല്ലോ. എന്നോട് പോലും പറയാതെ ആണല്ലോ ഈ കാട്ടിക്കൂട്ടലുകളൊക്കെ നടത്തുന്നത്. അപ്പോ മുമ്പെല്ലാം പറഞ്ഞിരുന്നു അല്ലേ? പിന്നെ ഞാൻ അറിയാതെ ആമി മോള് രേല പോലും എനിക്ക് വെക്കത്തില്ലായിരുന്നു. പിന്നെ എന്തു പറ്റി ഇത്ര പെട്ടെന്നൊരു മാറ്റം? അതാ എനിക്ക് പിടികിട്ടാത്ത. പക്ഷേ മോള് വളരെ കരുതലോടിരിക്കണം കേട്ടാ. ഗോമതി ചേച്ചിക്ക് എന്താ എന്നോട് പെട്ടെന്നൊരു സ്നേഹം? ഇതുവരെ പ്രതിപക്ഷത്തെ സാരഥിയായിരുന്നല്ലോ. അതൊക്കെ വിവരമില്ലാത്ത കാലത്ത് പറ്റിപ്പോയി ഓരോ മിസ്റ്റേക്കുകളല്ലേ മോളെ. അന്നും എന്റെ ഉള്ളിന്റെ ഉള്ളിൽ മോളോട് സഹതാപം ഉണ്ടായിരുന്നു. പക്ഷെ ഒരു വേലക്കാരിയായി ഞാനത് കാണിച്ചാൽ എന്റെ നിലനിൽപ്പിനെ ബാധിക്കില്ലേ? അപ്പൊ ഇപ്പൊ ബാധിക്കില്ലേ? അത് നമ്മൾ തമ്മിൽ സംസാരിക്കാൻ നമ്മൾ മാത്രമല്ലേ അറിയുന്നുള്ളൂ. അത് നേരാ. അതെ, മോൾക്ക് ആമിമോളുടെ കഴിഞ്ഞ കാലം അറിയാത്തത് കൊണ്ടാണ് ഈ ചിരി കണ്ടിങ്ങനെ മയങ്ങിപ്പോയത്. കഴിഞ്ഞ കാലോ? അതേന്നേ, അതിഭീകരമായിരുന്നു. ഇപ്പോഴല്ലേ വട്ടാണെന്നൊക്കെ എല്ലാവരും പരക്കെ അംഗീകരിച്ചു തുടങ്ങിയത്. പക്ഷെ എനിക്ക് പണ്ടേ അറിയാം ആമിമോൾക്ക് എവിടെയോ എന്തോ ഒരു തകരാറുണ്ടെന്ന്. സത്യം? സത്യം, തലേക്കാവിലെ അമ്മയാണ് സത്യം. പണ്ട് സ്നേഹത്തോടെ നമുക്കൊരു മുട്ടായി തന്നിട്ട് നമ്മളത് കഴിച്ചു കഴിയുമ്പോൾ അതേ മുട്ടായി തിരിച്ചു വേണമെന്ന് പറഞ്ഞ് വട്ട് കാണിക്കും. നമ്മൾ വേറെ മുട്ടായി മേടിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലും സമ്മതിക്കത്തില്ല. കഴിച്ചു പോയ മുട്ടായി എങ്ങനെയാ മോളെ നമ്മൾ തിരിച്ചു കൊടുക്കുന്നത്? അത് മാത്രമല്ല, ലോകത്ത് ആര് കേട്ടാലും ഞെട്ടിപ്പോത് ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് മോൾ ആമി മോളെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കരുതെന്ന്. ഇപ്പൊ ഈ കുഞ്ഞിനെയൊക്കെ എടുത്ത് കൈ തന്നില്ലേ, തന്നതിനെക്കാട്ടി വേഗതയിൽ കണ്ണുപൊട്ടുന്ന ചീത്തയും പറഞ്ഞ് ഇതിനെ എടുത്തോണ്ട് പോകും. പിന്നെ മോളെ കണ്ണി കാണാൻ പോലും സമ്മതിക്കത്തില്ല. വട്ട് മൂത്ത് വരുമ്പോൾ ഇങ്ങനെ പല പരിപാടികളും കാണിക്കും. കരുതിയിരുന്നാൽ മോൾക്ക് കൊള്ളാം. എന്താണ് ചെമ്പകശ്ശേരി ഗോമതിയുടെ വക ഒരു ഉപദേശം? പാരയാകും അല്ലേ?
അയ്യോ ചേട്ടത്തി, ഞങ്ങൾ ചുമ്മാ ഇതിങ്ങനെ കുശല പ്രശ്നങ്ങൾ നടത്തിക്കൊണ്ടിരുന്നല്ലേ. ചേട്ടത്തിയോ? അതെപ്പോ മുതല്? വേണ്ട, പെണ്ണും പിള്ള അത് മതി. ഗോമതിയുടെ നാവിന്ന് ചേട്ടത്തിന്നൊക്കെ കേൾക്കുമ്പോഴേ എന്തോ പോലെ. പെട്ടെന്നുള്ള ഈ സ്നേഹേ എനിക്ക് താങ്ങില്ല. പെട്ടെന്നൊന്നുമല്ല, എനിക്ക് നിങ്ങളെ പണ്ടേ ഇഷ്ടവാ. പിന്നെ ഒരു വിളിയിലൊന്നും ഒരു കാര്യമില്ലല്ലോ. അതുകൊണ്ടാ പറഞ്ഞത് പെണ്ണും പിള്ള മതിയെന്ന്. ആയിക്കോട്ടെ. എവിടെ പോകുന്നു അവിടെ നിക്കേ. പറയട്ടെ. എന്താ? കലക്ക വെള്ളത്തിൽ മീൻ പിടിക്കുന്ന നിന്റെ ഈ പരിപാടി ഉണ്ടല്ലോ, അത് ഇങ്ങോട്ട് ഇറക്കരുത്. ആമിമോളും പൂജമോളും ഒന്നിച്ചതേ ഞാൻ പറഞ്ഞിട്ടാ. അയ്യോ, അതിന് ഗോമതി എന്തിനാ നിലവിളിക്കുന്നേ? അല്ല, അറിയാതെ ഞാൻ. എങ്കിൽ അറിഞ്ഞോണ്ട് നിലവിളിക്കാൻ പോകുന്ന ചില സത്യങ്ങൾ ഞാൻ പറയാം. ഇത് മാത്രമല്ല, ഈ വീട്ടിൽ പല മാറ്റങ്ങളും ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതിൽ പ്രധാനം ഗോമതിയെ ഇവിടെ നിന്ന് പുറത്താക്കുക എന്നുള്ളതാ. അത് ജീവനോടെ വേണോ കൊന്നിട്ട് വേണോ എന്നുള്ള ആലോചനയിലാ ഞങ്ങള്. ഈ നിലവിളിയിൽ ആത്മാർത്ഥതയുണ്ട്. ഈ ഞങ്ങളെന്ന് പറഞ്ഞ ആരൊക്കെയാന്നറിയാമോ? ഞാനും ആമിമോളും പൂജമോളും. അധികം വൈകാതെ മുത്തശ്ശിയെ കൂടി ഞങ്ങൾ അതിൽ കക്ഷി ചേർക്കും. ചുരുക്കത്തിൽ പറഞ്ഞ എല്ലാ അർത്ഥത്തിലും ഗോമതിയുടെ നാളുകൾ എണ്ണപ്പെട്ട് കഴിഞ്ഞു. ഗോമതി സൂക്ഷിച്ച ഗോമതിക്ക് കൊള്ളാം. ചുമ്മാ എന്തൊക്കെയായിരുന്നു പാര ഐറ്റംസ്? അത് ഭീകര കഥന കഥയാ. ഓ, എന്നാ ഓരോന്നോരോന്നായിട്ട് ഇങ്ങോട്ട് പറഞ്ഞാട്ടെ. ഈശ്വര, വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. സ്വർണം കൊണ്ട് മുങ്ങിയോ? മോളെ, എനിക്കൊരു സത്യം അറിയണം. എന്ത് സത്യം? മോളും പൂജയും ക്ലാരമ്മയും കൂടെ എന്നെ കൊല്ലാൻ പോവാണോ? എന്തെന്ന്? ഒന്നുകിൽ എന്നെ കൊല്ലും, അല്ലെ എന്നെ ഇവിടെ ഇറക്കി വിടും എന്നാ പെണ്ണുപിള്ള പറഞ്ഞ്. സത്യം എനിക്ക് അറിയണം. ചേച്ചി ഇപ്പൊ പോ, നമുക്ക് പിന്നെ സംസാരിക്കാം. മോളെ, ആമി മോളെ, അവിടെ നിക്കേ. ഞാൻ കേട്ടതൊക്കെ നേരാണോ? നേരാണ്. അയ്യോ എന്റെ എന്താ ദൈവമേ. സമാധാനായോ? എന്നാ പോ നോക്ക്. മോളെ, എന്നാലും എന്നോട് ഇത് വേണ്ടായിരുന്നു. ഇത്രയും കാലം മോളുടെ കൂടെ നടന്ന് സർവ്വ വൃത്തികേട്ടിനും കൂട്ടി എന്നിട്ട് ഇപ്പൊ എന്നെ കറിവേപ്പല പോലെ എടുത്ത് കളഞ്ഞു. എന്നിട്ട് എന്റെ ശത്രുക്കൾക്കൊപ്പം കൂടി എന്നെ കൊല്ലണം അല്ലേ? ഇതിന് മാത്രം ഞാൻ എന്ത് തെറ്റാ മോളോട് ചെയ്തേ? തെറ്റ് ചെയ്തത് ഞാനാ. ആരാ എന്താന്നറിയാതെ എല്ലാവരും അങ്ങ് വിശ്വസിച്ചു. അപ്പൊ മോള് ശരിക്കും എന്നെ കൊല്ലുവോ? വേണ്ടി വന്നാ കൊല്ലും. നിങ്ങളൊന്ന് പോകുന്നുണ്ടോ? മോളെ, ഇനി നിങ്ങൾ ഇവിടെ നിന്നാ ഇപ്പൊ തന്നെ ഞാൻ നിങ്ങളെ കൊല്ലും. ഈശ്വര, എനിക്ക് വയ്യ. അപ്പോ